ഖാലിസ്ഥാൻ തീവ്രവാദികൾ. ബ്രിട്ടൻ ആസ്ഥാനമാക്കി ഭാരതത്തെ തകർക്കാനുള്ള ഗൂഢാലോചന ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര ബന്ധവും നയതന്ത്ര ബന്ധവും മെച്ചപ്പെടുത്താൻ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോയത്. ജയശങ്കർ ലണ്ടനിൽ ചെന്ന് ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചകളും യോഗങ്ങളും നടത്തുന്നതിനിടയിലാണ് ജയശങ്കർക്കെതിരെ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണ ശ്രമമുണ്ടായത്. ജയശങ്കർ കാറിൽ കയറുന്നതിന് മുൻപ് കൂട്ടത്തോടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ പതാക വലിച്ചു കീറിക്കൊണ്ട് ഓടിയെത്തുകയായിരുന്നു. തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു ഈ ഭീകരവാദികൾ. ജയശങ്കറിനൊന്നും സംഭവിച്ചില്ല. ജയശങ്കറിനെ സുരക്ഷിതമായി ഉദ്യോഗസ്ഥർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. എന്നാൽ ഈ ഭീകരവാദികളോടുള്ള സമീപനം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രി ഇന്ത്യയുടെ പ്രതിനിധിയായി ലണ്ടനിൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ നേരിട്ട അപമാനം അത് ഗൗരവമായി തന്നെ ഇന്ത്യ കാണുകയാണ്. കാരണം അപമാനിച്ച ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ അനുനയത്തിന്റെ നിലപാടായിരുന്നു, അല്ലാതെ കാർക്കശ്യത്തിന്റെ നിലപാടായിരുന്നില്ല ബ്രിട്ടീഷ് പോലീസ് എടുത്തത്. ആക്രമിക്കാൻ ശ്രമിച്ചയാളെ താഴെ വീഴ്ത്തി ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അയാളെ പ്രതിഷേധക്കാരനായി കണ്ട് സമന്വയത്തിന്റെ സമീപനമാണ് ബ്രിട്ടീഷ് പോലീസ് എടുത്തത്. ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഭാരതത്തെ അവഹേളിച്ചതിന് തുല്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ പ്രതിഷേധം രേഖാമൂലം ബ്രിട്ടനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ, ഖാലിസ്ഥാൻ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ പരിശ്രമിച്ചില്ലെങ്കിൽ നിലപാട് പുനഃപരിശോധിക്കും എന്നാണ് ഭാരതത്തിന്റെ നിലപാട്.